ട്രേഡേഴ്സിന്റെ ഇടയിൽ ഏറ്റവും കോമൺ ആയിട്ട് പറയുന്ന ഒരു കോട്ടാണ് ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് എന്ന്. ട്രെൻഡിനനുസരിച്ച് നമ്മൾ ട്രേഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണെന്നാണ് ആ ഒരു പ്രോബ് കൊണ്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എപ്പോഴും നമ്മൾ ട്രെൻഡിനനുസരിച്ച് ട്രേഡ് ചെയ്യാൻ പറ്റും. ട്രെൻഡ് എന്ന് പറയുന്നത് രണ്ട് ട്രെൻഡാണ്, ഒന്ന് അപ് ട്രെൻഡ്, ഒന്ന് ഡൗൺ ട്രെൻഡ്. ഈ അപ് ട്രെൻഡ് എന്ന് പറയുന്നത് പെർട്ടിക്കുലർ സ്റ്റോക്കിന്റെ പ്രൈസ് ഇൻക്രീസ് ആവുകയാണെങ്കിൽ നമ്മൾ പറയുന്നതും, അത് ഡൗൺ ട്രെൻഡ് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് പ്രൈസ് ഡിക്ലെയർ ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്നതാണ് ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത്. ഈ രണ്ട് ട്രെൻഡിലും ഏറ്റവും കോമൺ ആയിട്ട് രണ്ട് മൂവ്മെന്റ് ആണ് നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്സിൽ കാണാൻ പറ്റുന്നുണ്ടാവുക. ഒന്ന് ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റും ഒന്ന് കറക്റ്റീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റും. ഇപ്പം അപ് ട്രെൻഡ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമ്പൾസീവ് എന്ന് പറയുമ്പോൾ മുകളിലേക്ക് നല്ല രീതിയിൽ ക്യാൻഡിൽസും ഫോം ചെയ്യുന്നതും ചെറിയ രീതിയിലേക്ക് താഴത്തേക്ക് വരുന്നത്. ഈ താഴത്തേക്ക് വരുന്ന ഭാഗത്തെയാണ് നമ്മൾ കറക്റ്റീവ് എന്ന് പറയുന്നത്. ഈ വലിയൊരു ലെഗിനെയാണ് നമ്മൾ ഇമ്പൾസീവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡൗൺ ട്രെൻഡിന്റെ കേസിൽ താഴത്തേക്ക് വരുന്ന ഭാഗം ഇമ്പൾസീവും മേലേക്ക് പോകുന്നത് ഈ കറക്റ്റീവുമായിരിക്കും. ഇതാണ് ഒരു പ്രോപ്പറായിട്ട് ട്രെൻഡ് അനലൈസ് ചെയ്യാൻ വേണ്ട സംഭവങ്ങൾ. പക്ഷേ ഇങ്ങനെ എല്ലാം താഴത്തേക്ക് വരുന്നത് ഒരു കറക്റ്റ് ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ കറക്റ്റ് മൂവ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. SMC കോൺസെപ്റ്റ് പ്രകാരം എല്ലാം താഴത്തേക്ക് കാണുന്ന ഈ ഒരു മൂവ്മെന്റും കറക്റ്റീവ് അല്ല. അതിന് ചില ഫാക്ടേഴ്സ് ഉണ്ട്. അത് നമുക്ക് അടുത്ത റീലിൽ കാണാം.